കേരളത്തിൽ പിടികൂടിയ SUV ലക്ഷറി വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചത് അനധികൃതമായി ആകാം എന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ മാത്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതി ഉള്ളൂ. SUV ലക്ഷറി വാഹനങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നു. വാഹനങ്ങൾ എങ്ങനെ കേരളത്തിലെത്തിയെന്ന് അന്വേഷിക്കുമെന്നാണ് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസും അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായല്ലോ. വിഷ്ണു, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇത് ആദ്യമായാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നതല്ലേ? അപ്പോൾ സംഭവിച്ചത് എന്ത് എന്നൊക്കെയുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേത്. അനുജ, ഈ ഭൂട്ടാനിലെ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഭൂട്ടാന്റെ 2 വിഭാഗങ്ങൾ ഇത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നത്. അവിടുത്തെ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകിയിരിക്കുന്ന വിശദീകരണവും അവരുടെ പ്രതികരണവുമാണ്. കൃത്യമായ രേഖകളുണ്ടെങ്കിൽ ഭൂട്ടാനീസ് പൗരന്മാരുടെ വാഹനം അത് ഇന്ത്യയിൽ വിൽക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ഭൂട്ടാനീസ് പൗരൻ തന്റെ വാഹനം അവിടുത്തെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി അത് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം അവിടെ നിന്ന് NOC കൊടുക്കും. ആ NOC പ്രകാരം വിൽക്കാം. പക്ഷേ നിലവിൽ അവിടെ അത്തരത്തിൽ NOC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ട്രക്കുകളും ബുൾഡോസറുകളും മാത്രമാണ്. മറിച്ച് SUVകളും ലക്ഷറി വാഹനങ്ങളും ഒന്നും തന്നെ ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടെ ഒരു തരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ കസ്റ്റംസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള വാഹനങ്ങളിൽ കൂടുതലും SUV ലക്ഷറി വാഹനങ്ങളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അനധികൃതമായി തന്നെ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതാണ് എന്ന് ഭൂട്ടാൻ ഈ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകും. അതിന് ഇനിയിപ്പോൾ ഇന്ത്യൻ ഏജൻസികൾ, കസ്റ്റംസ് അടക്കമുള്ള ഏജൻസികൾ അങ്ങോട്ടേക്ക് വിവരങ്ങൾ കൈമാറിയാൽ അവരതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തേത് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വകുപ്പിന്റെ പ്രതികരണമാണ്. ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതിൽ വിശദമായ അന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം ഇന്ത്യൻ അധികാരികൾ ഈ വണ്ടികളുടെ വിവരങ്ങൾ പങ്കുവച്ചാൽ ഭൂട്ടാനിലെ ആദ്യത്തെ ഉടമസ്ഥരെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു പ്രതികരണമാണ്. കാരണം ഇത് ഫസ്റ്റ് ഓണർ ആരാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതെങ്ങനെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ എത്തി എന്ന് കണ്ടെത്താനാകുക. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഭൂട്ടാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ സഹായം കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അനധികൃതമായി ഈ വാഹനക്കടത്തിന്റെ വലിയ ശൃംഖല പൊളിക്കാനാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ അതൊരു വലിയ സ്റ്റെപ്പായി മാറും. ഇതിന്റെ തുടരന്വേഷണത്തിലും ഇത്തരം തട്ടിപ്പുകളൊക്കെ തടയുന്നതിലേക്ക് തന്നെ അത് കടക്കില്ല. അങ്ങനെ ഒരു സംയുക്ത നീക്കത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഒപ്പം അവിടെയും ഇതിന്റെ അന്വേഷണം നടത്തും എന്ന് തന്നെയല്ലേ ഭൂട്ടാൻ കസ്റ്റംസ് അറിയിച്ചിട്ടുള്ളത് വിഷ്ണു? അനുജ, അവര് വളരെ സീരിയസ് ആയി തന്നെ ഈ വിഷയത്തെ കാണുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് തന്നെ അവർ തയ്യാറായത്. ഇതിങ്ങ് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു ഏജൻസി അന്വേഷിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരറ്റത്ത് ഭൂട്ടാൻ വാഹനം അല്ലെങ്കിൽ ഭൂട്ടാൻ സൈന്യത്തിന്റെ അടക്കം പേര് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അവർ ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംയുക്തമായി ഇപ്പോൾ വിവരങ്ങൾ അങ്ങോട്ട് കൈമാറും. അതിന് ചില സാങ്കേതികമായ ചില പരിമിതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2 രാജ്യങ്ങളാണ്. അതുകൊണ്ട് അതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമല്ല. പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ അന്വേഷണം കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഭൂട്ടാനിലെ ഫസ്റ്റ് ഓണർ ആരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ വാഹനം ഇന്ത്യയിലേക്ക് എത്തിയതെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനാകും. അതുകൊണ്ട് അവിടെ എന്തായാലും ഒരു പ്രാഥമികമായ അന്വേഷണം അവർ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ കസ്റ്റംസോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ അങ്ങോട്ടേക്ക് അവരുടെ സഹായം, ഇന്റർപോൾ അടക്കം ഉള്ള ആളുകളുടെ സഹായത്തോടു കൂടി അവരെ സമീപിച്ചാൽ ഇവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ കൈമാറി കഴിഞ്ഞാൽ അവരും അവിടെ നിന്നുള്ള ഇൻപുട്ടുകളൊക്കെ ലഭ്യമാക്കും. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം പെട്ടെന്ന് തന്നെ വലിയ ഈ ശൃംഖലയിലേക്ക്, മാഫിയയിലേക്കൊക്കെ എത്താൻ സഹായിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ക്ലിയറാണ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഈ പ്രതികരണം. അതായത് ഭൂട്ടാനിൽ ഉപയോഗിക്കുന്ന വാഹനം അത് ഇന്ത്യയിൽ വിൽക്കുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അതിന് ചില നിയമ നടപടികളുണ്ട്. അതിങ്ങനെയാണ്: ഒരു ഭൂട്ടാൻ പൗരന്റെ വാഹനം അത് അവിടുത്തെ ട്രാൻസ്പോർട്ട് അതോറിറ്റി പാലിക്കാതെ ഇതൊരു തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണല്ലോ അല്ലേ വിഷ്ണു? കാരണം SUV ലക്ഷറി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത്തരം വാഹനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയൊരു തട്ടിപ്പ് തന്നെയാണ്. അനുജ, വലിയ തട്ടിപ്പ് എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലാണ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ പിടികൂടിയ വാഹനങ്ങളുടെ ഒരു സ്വഭാവം അത് SUV ലക്ഷറി ടൈപ്പുള്ള വാഹനങ്ങളാണ്. അതിൽ ഈ ബുൾഡോസേഴ്സും അതല്ല എങ്കിൽ ട്രക്കുകളൊന്നും ഇതുവരെ പിടികൂടിയിട്ടില്ല. മറ്റു ഈ ബുൾഡോസേഴ്സ് പോലുള്ള വാഹനങ്ങളും പിടികൂടിയിട്ടില്ല. പക്ഷേ ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നത് ഈ ഭൂട്ടാനിൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആകെ 2 വിഭാഗങ്ങളുള്ളത്. അതൊന്ന് ഈ ട്രക്കുകളും മറ്റൊന്ന് ഈ പറയുന്ന
ബുൾഡോസേഴ്സുമാണ്. സ്വാഭാവികമായും അതല്ലാത്ത വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമാണ്, അത് വാഹനക്കടത്ത് തന്നെയാണ്, കള്ളക്കടത്ത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനവർ പ്രാഥമികമായ അന്വേഷണം നടത്തി വിശദമായ ഒരു വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷമായിരിക്കും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. എന്നാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അനുജ, അതാണ് വാഹനക്കടത്ത്, ഇന്ത്യയിലേക്കുള്ള വാഹനക്കടത്ത് അന്വേഷിക്കാൻ ഭൂട്ടാൻ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ വിശദാംശം കൂടിയാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് നൽകിയത്. ഇന്ത്യയിലേക്ക് ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവരുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷേ അത് അവിടെ ഡീ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളായിരിക്കണം. SUV ലക്ഷറി വാഹനങ്ങൾ പക്ഷേ അത്തരത്തിലേക്ക് ഡീ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കിയാൽ ഫസ്റ്റ് ഓണർ ആര് എന്നത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊക്കെ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഭൂട്ടാനിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സംയുക്ത അന്വേഷണത്തിലേക്ക് പോവുകയും ഫലപ്രദമായി അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്താൽ ഈ തട്ടിപ്പിന് ഒരു അറുതി വരുത്താൻ കഴിയും എന്ന പ്രതീക്ഷയും ഈ ഘട്ടത്തിലുണ്ട്. ഏതായാലും എങ്ങനെയാകും ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, ഏത് വഴിയിലാണ് എന്നതിലേക്ക് അന്വേഷണം ഭൂട്ടാൻ നടത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.